വെൽക്കം ടു ഡ്രീം ഷോ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് HSST കോമേഴ്സിൻ്റെ ക്ലാസ്സാണ്. നമ്മളിപ്പോൾ HSST കോമേഴ്സിൻ്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസാണ് ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പഠനമെല്ലാം നന്നായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു. നമുക്കിനി ജൂൺ 30 എക്സാമാണ്. എക്സാം ആകുമ്പോഴേക്കും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. എല്ലാ ക്വസ്റ്റ്യനും നന്നായിട്ട് റിവിഷൻ ചെയ്യാം. അപ്പോൾ ഇന്നും നമ്മൾ കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വൈകാതെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റ് ഓർഗനൈസേഷൻ ബിഹേവിയർ ആണ്. ഓർഗനൈസേഷൻ ബിഹേവിയറിൽ നിന്നും കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയിട്ട് പഠിക്കാം. ഓർഗനൈസേഷണൽ ബിഹേവിയറിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ പ്രോസസ് എസ്റ്റാബ്ലിഷ്ഡ് ടു പ്രിവെൻറ്റ് ദ ഡിഫെക്ട്സ് ആൻഡ് എറേഴ്സ് ഇൻ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. A process established to prevent the defects and errors in products and services is known as quality assurance. Second question. Activities that monitor, inspect, test products or services to identify and correct defects is known as quality control. Data-driven technology used to reduce variation and defects in process of producing products. Six Sigma principles aims to eliminate waste from process of product manufacturing. Lean management, a Japanese term which means continuous improvement. Kaizen, the practice of making small incremental changes or improvement in the process, product, system over time is called Kaizen. Kaizen means small improvement. ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുന്നതിനെയാണ് നമ്മൾ Kaizen എന്ന് പറയുന്നത്. നെക്സ്റ്റ്, a tool used by an organization to improve the performance by comparing it with their competitors. Benchmarking, comparing process or performance within different units or departments of same organization. Internal benchmarking, comparing organizations' performance against direct competitors within the same industry. Competitive benchmarking, comparing functions or process with functions of other industries. Functional benchmarking, senior executives responsible for overseeing Six Sigma initiatives within the organization is known as champion, which is used for the use of HRM policies to promote sustainable use of resources within the business organization and promote environmental sustainability. Green HRM, paper-free recruitment process with minimal environmental impact is called green recruitment. An act of reporting misconduct of an organization to an entity which can take corrective action and protect the interest of stakeholders by a member or an employee or a former employee is known as whistleblowing. A process of evaluating the employee's performance on job in terms of recruitment of job. Merit rating, assessing the worth of the employee with reference to job requirements is known as merit rating. അപ്പോൾ നമ്മൾ ഇത്ര ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന ഭാഗത്തുനിന്നും ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ചാനലിൽ വ്യൂസൊക്കെ വളരെ കുറയുന്നുണ്ട്. വ്യൂസും അതുപോലെ ലൈക്സൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലാസ് കാണാത്തത് കൊണ്ടാണോ, ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേ എന്താണെന്നുള്ളത് കൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറയാറുണ്ട്, ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ പറയാറുണ്ട്. എല്ലാ ദിവസവും ഞാൻ പറയുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്നൊരു സംശയം, ലൈക്കുകളൊക്കെ കുറയുന്നത് കാണുമ്പോൾ വ്യൂസും കുറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുള്ള രീതിയിലാണ് ക്ലാസ് വേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത്, അതൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണ് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാവുള്ളൂ. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ. എന്തെങ്കിലുമൊക്കെ നിങ്ങളൊന്ന് ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ നോക്കുക. കാരണം നിങ്ങൾക്കറിയാം, ഒരുപാട് ബുക്സ് റെഫർ ചെയ്ത് അതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്.
അപ്പോൾ ഈ ഒരു ക്ലാസ്, ഈ ഒരു ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് അതിന് പിന്നിൽ എത്ര ടൈമിലുള്ള ഒരു എഫേർട്ടാണെന്ന് നമുക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഈ ക്ലാസ് കാണുന്ന കുറച്ച് പേരെങ്കിലും ആത്മാർത്ഥമായിട്ട് ക്ലാസ് കാണുന്നുണ്ടെന്ന് അറിയുന്ന സമയത്ത് അത് പിന്നെയും വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മോട്ടിവേഷനാണ്. നിങ്ങളുടെ ഓരോ കമൻറ്റും, ഓരോ വീഡിയോ ഇനിയും ചെയ്യാനുള്ളൊരു മോട്ടിവേഷനാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.